എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERTയിലെ സ്പർശ് സഞ്ജയൻ എന്ന ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കില്ലു ആണ്. ഇത് എഴുതിയിരിക്കുന്നത് മഹാദേവ് വർമ്മയാണ്. മഹാദേവ് വർമ്മേനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ 7th ക്ലാസ്സിൽ NCERT ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ ഒരു മയിലിനെ കുറിച്ച്. അപ്പോൾ മഹാദേവി വർമ്മയ്ക്ക് മൃഗങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കൂട്ടത്തിലായിരുന്നു. അവരുടെ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളെയും വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ഒരു പ്രാവശ്യം അവരൊരു മയിലിനെ എടുത്ത് വളർത്തിയതിനായിരുന്നു അതിന് നീലകണ്ഠെന്ന് പേരിട്ട്. അത് നമ്മൾ 7th ക്ലാസ്സിൽ പഠിച്ചത്. മയിൽ മാത്രമല്ല, പട്ടി, പൂച്ച, പിന്നെ മാൻ, മയിൽ, അണ്ണാൻ, ഈവൻ അവർ ജിറാഫിനെ വരെയും അവരുടെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു കഥയാണ് നമ്മളിവിടെ ഗില്ലു എന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഗില്ലു ഒരു അണ്ണൻ കുഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവരുടെ വീട്ടിൽ അങ്ങനെ യാദൃച്ഛികമായി വന്നുവിട്ട ഒരു അണ്ണാനെ അവർ സ്നേഹത്തോടെ എടുത്ത് വളർത്തിയ ഒരു കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. सोनचूही में आज एक पीली कली लगी है. इसे देखकर अनायास ही उस छोटे जीव का स्मरण हो आया जो इस लता की सघन हरिदिमा में छिपकर बैठता था और फिर मेरे निकट पहुंचते ही कंधे पर कूदकर मुझे चौंका देता था. तब मुझे कली की खोज रहती थी, पर आज उस लघु प्राण की खोज है. എന്താണ് സോനചൂഹി എന്ന് പറഞ്ഞാൽ യെല്ലോ കളറ് പൂണ്ടാകുന്നൊരു ചെടിയാണ്. അതിൻ്റെ പൂക്കൾ യെല്ലോ കളറായിരിക്കും. അതാണ് പീലി കലി എന്ന് പറഞ്ഞാൽ മഞ്ഞ. അപ്പം കലി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊട്ട്. അപ്പോൾ അതിൻ്റെ മൊട്ട് മഞ്ഞ കളറുള്ളൊരു ചെമ്പകമാണ് സോനചൂഹി എന്ന് പറയുന്നത്. അതിൻ്റെ മൊട്ട് എങ്ങനെയായിരിക്കും? മഞ്ഞ കളറുള്ളതായിരിക്കും. അതായത് അതിൻ്റെ പൂ മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഒരു ദിവസം സോനചൂഹിമേ ആജിയൊക്കെ പീലി കലി ലേഖിക പറയാണ്, ഇന്ന് ആ സോനചൂഹിയിൽ ഒരു യെല്ലോ കളറുള്ള മൊട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇസേ ദേക്കർ അനായാസി ഉസ് ചോട്ടെ ജീവക സ്മരൺ ഹോ ആയ. അനായാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അച്ചാനക്ക്, സഡൻലി എന്നൊക്കെ പറയും. അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഉസ് ചോട്ടെ ജീവക, ആ ചെറിയ ജീവിനെ കുറിച്ച് എനിക്ക് സ്മരൺ ഹോ ആയ എന്ന് പറഞ്ഞാൽ എന്താണോ? ഓർമ്മ വരിക, യാദായ എന്നർത്ഥം. ജോയിസ് ലതാക്കി സക്കൻ ഹരിതിമ. സക്കൻ എന്ന് പറഞ്ഞാൽ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹരിയാലി, നല്ല പച്ചപ്പ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ആ ഹരിതമ, ആ പച്ചപ്പിൽ ചിപ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിച്ചിരിക്കാം. അവിടെ ഒളിച്ചിരുന്ന് അവർ ഫിർ മേരെ നികട്ട് പहुंचते ही. അപ്പോൾ ആ പച്ചപ്പിൻ്റെ ഉള്ളിൽ, അതായത് ഈ സോനചൂഹിയുടെ ആ പച്ചപ്പിൻ്റെ ഉള്ളിൽ ഈ ചെറിയ ജീവി ഒളിച്ചിരിക്കുമായിരുന്നു. അവർ ഫിർ മേരെ നികട്ട് പहुंचते ही. ഞാൻ നികടം പहुंचനാന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരിക. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ തന്നെ കന്തേപ്പർ കൂതുക്കർ, അതായത് കന്തേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിലേക്ക് ചാടുക. കൂതിനാന്ന് പറഞ്ഞാൽ ചാടുക. മുझे चौंका देता था. എന്നെ പേടിപ്പെടുത്തുമായിരുന്നു, അതായത് എന്നെ ഞെട്ടിക്കുമായിരുന്നു. അതായത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം മേത്തേക്കെടുത്ത് അടിയിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു പേടി, അതിനാണ് പറയുന്നത് ചൗക്ക ദേത്താതാന്ന്. തബ് മുझे കലി കി ഗോജ രഹത്തി थी. അപ്പോൾ ആ സമയത്തൊക്കെ ലേഖിക അവിടെ വരുന്നത് എന്തിനാണ്? ഈ സോനചൂഹിയിൽ പുതിയ പൂമുട്ട് ഇട്ടിട്ടുണ്ടോയെന്ന് നോക്കാനായിരുന്നു അന്ന് വന്നിരുന്നത്. ആ സമയത്താണ് ഇവിടെ ഒളിച്ചിരിക്കുന്ന ഈ ചെറിയ ജീവി പേടിപ്പിക്കാനായിട്ട് ഷോൾഡറിലേക്ക് ചാടിയിരുന്നത്. പർ ആജ് ഉസ് ലഘു പ്രാൺ കി ഗോജ്. പക്ഷേ ഇന്ന് എന്താണ്? ഇന്ന് ഞാൻ ആ പൂമൊട്ടിനെ നോക്കാനല്ല വന്നിരിക്കുന്നത്, ആ ലഘുപ്രാൺ എന്ന് പറഞ്ഞാൽ ചെറിയ ജീവിയെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. ഗോജ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. परंतु वह तो अब तक इस सोनचूही की जड़ में
मिट्टी होकर मिल गया होगा, कौन जाने स्वर्णम कली के बहाने वही मुझे चौंकाने ऊपर आ गया हो. പക്ഷേ വഹ്തോ അബ് എന്നിട്ട് ലേഖി പറയാണ്, പക്ഷേ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അബ് അബ് തക് ഈ സോനജുഹിക്ക് ജഡ്മേ, ആ ചെറിയ ജീവി ഇപ്പം ഈ സോനജുഹിയുടെ ജഡ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ, ആ വേരിൻ്റെ അടിയിൽ മിട്ടി ഓക്കർ മണ്ണായിട്ട് മിൽഗയാ ഹോക, ആ മണ്ണിലലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകാം. അതായത് ആ മൃഗം മരിച്ചു പോയിട്ടുണ്ടാകാം. ആ മരിച്ചു പോയിട്ട് ആ ചെടിയുടെ അടിയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ മിട്ടിയിൽ മണ്ണിനോട് അലിഞ്ഞ് ചേർന്ന് പോയിട്ടുണ്ടാകാം. കോൺ ജാനെ, ആർക്കറിയാം, സ്വർണ്ണിൻ കലിക്ക് ബഹാനെ, ആ സ്വർണ്ണ നിറത്തിലുള്ള ആ പുതിയ കലി, ആ മഞ്ഞ മുട്ടുണ്ടായിരിക്കുന്നത് പൂജ ചൗക്കാനെ ഊപ്പറാകയാഹോ, അതായത് ലേഖിക ഉദ്ദേശിക്കുന്നത് പുതിയ ആ പൂമുട്ടായിട്ട് ഇത് പുനർജനിച്ചിട്ട് എന്നെ അത്ഭുതപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നതാണോ എന്നാണ് ലേഖിക ചോദിക്കുന്നത്. अचानक एक दिन सवेरे सवेरे कमरे से बरामदे में आकर मैंने देखा പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം സവേരെ രാവിലെ കമരേസെ ബരാമതേമേ, അതായത് മുറിയുടെ ആ പുറത്തുള്ള വരാന്തയിൽ ആക്കർ മേനെ ദേക്ക, ഞാൻ വന്ന് നോക്കി. ദോ കവ്വേ ഏക് ഗമലേക്ക് ചാരോ മോർ ചോം സെ ചുവാ ചുവൽ ജയ്സ ഗേൽ ഗേൽ രഹേ ഹെ. പെട്ടെന്നൊരു ദിവസം പുറത്ത് ബഹളം കേട്ട് വന്ന് നോക്കുമ്പോൾ ദോ കവ്വേ, കവ്വേ എന്ന് പറഞ്ഞാൽ കാക്ക, രണ്ട് കാക്കകൾ ഏക് ഗമലേക്ക് ചാരോ മോർ, ഗമല എന്ന് പറഞ്ഞാൽ ചെടിച്ചട്ടി, ചെടിച്ചട്ടിയുടെ 4 വശത്തും അവർ ചോഞ്ചോംസെ, ചോഞ്ചെന്ന് പറഞ്ഞാൽ കാക്കകളുടെ ചുണ്ട് കൊണ്ട് ചുവാച്ചുവൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒളിച്ചും പാത്തും കളിക്കില്ലെന്ന് പറയോ. അതിലൂടെ മീനിങ് ചുപ്കേസെ ചൂക്കർ ചുപ്ജാന ഓർ ഫിർ ചൂന, അതായത് പെട്ടെന്ന് വന്നിങ്ങനെ കൊത്തുക, പിന്നെ പറന്നു പോവുക, പിന്നെയും വന്ന് കൊത്തുക, പിന്നെയും പറന്നു പോവുക, അങ്ങനെ അതിനെയാണ് ചുവവൽ എന്ന് പറയുന്നത്. ജയ്സ ഗേൽ ഗേൽ രഹേ, അങ്ങനെ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ലേഖിക കണ്ടു. യോ കാകഭുഷുണ്ടി ബി വിചിത്ര പക്ഷിയെ, അപ്പോൾ കാകഭുഷുണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. അപ്പോൾ ഈ കാക്ക എന്ന് പറയുന്ന ഒരു ജീവി ഒരു വിചിത്ര ജീവി തന്നെയാണ്, വിചിത്ര പക്ഷി തന്നെയാണ്. ഏക് സാത്ത് സമാദരിത്ത്, ഒരേ സമയം തന്നെ സമാദരിത്ത് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റബിൾ, അതായത് ആദരിക്കുകയും, അനാദരിത്ത് അതുപോലെ തന്നെ എന്താണ് അനാദരിത്ത്, അതായത് നിന്ദിക്കുകയും, ആദരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നിന്ദിക്കുകയും ചെയ്യും ഒരേ സമയം തന്നെ. അതിസമ്മാനിത്ത് അതി അവമാനിത്ത്, ചില സമയത്ത് എന്താണ് വളരെയധികം സമ്മാനിക്കുകയും അല്ലെങ്കിൽ വളരെയധികം ആദരിക്കുകയും, അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും, അപമാനിക്കുകയും ചെയ്യുന്നതല്ല അപമാനിക്കുകയും നമ്മൾ ചെയ്യുന്നത്. കാക്കകളെ നമ്മൾ ഒരേ സമയം ആദരിക്കുകയും ചെയ്യും, അനാദരിക്കുകയും ചെയ്യും, ഒരേ സമയം തന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും, അതിനെ അപമാനിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ലേഖിക പറയുന്നത്. हमारे बेचारे पुरके ना गरुड़ के रूप में आ सकते हैं ना मयूर के. ഇപ്പം ലേഖിക പറയണമെന്ന്, ബേച്ചാരെ പുർക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ, അപ്പൂപ്പന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ എന്തായിട്ടാണ് വരുന്നത്, ഗരുഡ്ക്കെ രൂപമേ ആ സക്തേഹം, ഗരുഡൻ്റെ രൂപത്തിൽ വരുമോ എന്നാണ് ചോദിക്കുന്നത്. നാ മയൂർക്കെ, അവർ ഗരുഡനായിട്ടും വരില്ല, മയിലായിട്ടും വരില്ല. നാ ഹംസക്കെ, ഹംസമായിട്ടും വരില്ല. ഉനെ പിതരപക്ഷമേ ഹംസെ കുछ पाने के लिए കാഗ് പെൻകർ ഹി അവതീർണ ഹോന പഡ്താ ഹെ. അവർക്ക് ഈ പൂർവികന്മാർക്ക് നമ്മളുടെ അടുത്ത് നിന്നും ഹംസെ കുച്ച് പാനെ കേലിയെ, നമ്മളുടെ അടുത്ത് നിന്നും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാഗ് ബെൻകർ, കാക്കയായിട്ടാണ്, അവതീർണ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യക്ഷപ്പെടുക, പ്രകട് ഹോന എന്നാണ് മീനിങ്, നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നും പൂർവികർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെന്തായിട്ടാണ് വരുന്നത്, ഗരുഡനായിട്ട് വരില്ല, മയിലായിട്ട് വരില്ല, ഹംസമായിട്ട് വരില്ല, എന്തായിട്ടാണ് വരുന്നത്, കാക്കയായിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് പൂർവികന്മാർക്ക് നമ്മൾ ബലി കൊടുക്കുന്നെന്ന് പറയല്ലോ.
ആ സമയത്ത് നമ്മൾ കാക്കകൾക്കാണ് ബലി കൊടുക്കുന്നത്. ആ സമയത്ത് വേറെ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും അല്ലല്ലോ വരുന്നത്, കാക്കയല്ലേ. इतना ही नहीं हमारे दूरस्थ प्रियजनों को भी अपने आने का मधु संदेश इनके कर्कश स्वर में ही देना पड़ता है. അത് മാത്രമല്ല ഹമാരെ ദൂരസ്ഥ നമ്മുടെ ദൂരെയുള്ള പ്രിയജനോം കോബി, അതായത് നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് അവർ വരുന്ന അപ്പനെ ആനേക്ക മധു സന്ദേശ്, അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു സന്ദേശം എനിക്ക് കർക്കശ സ്വർമേഹി ദേനപ്പെടുത്താഹെ. ഇവരുടെ ഈ കാക്കയുടെ കാക്ക എന്നുള്ള കർക്കശമായ സൗണ്ടിലൂടെയാണ് നമ്മളെ അറിയിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കാക്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ പറയും, ഇന്ന് ഒരു വിരുന്നുകാർ വരുന്നുണ്ടെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ദൂസരി ഓർ ഹം കൗവ और काव काव करने को അവമാന കെ അർത്ഥമേ ഹി പ്രയുക്ത് കർത്തേ ഹെ. അതുപോലെ തന്നെ ഈ കാക്കകൾ ഏത് നേരം നോക്കിയാലും കാക്കാന്നിങ്ങനെ ഒച്ചയുണ്ടാക്കുമ്പോൾ നമ്മൾ പറയും, ഇതെന്തൊരു ശല്യമാണ്, ഈ കാക്ക പോകുന്നില്ലല്ലോ, ചെവിതല കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഓടിക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, അപമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൂർവികന്മാരായിട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാക്കയുടെ രൂപത്തിലാണ് വരുന്നത്. അപ്പം നമ്മൾ ആ കാക്കേനെ എന്ത് ചെയ്യും, വളരെയധികം ആദരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട മിത്രാദികൾ വരുന്നുണ്ടെന്ന് അറിയിക്കുന്നത് ഈ കാക്കയുടെ സൗണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഈ കാക്കയുടെ സൗണ്ട് നമുക്ക് വളരെയധികം ഇഷ്ടമായിട്ട് തോന്നും. പക്ഷേ ഏത് നേരം നോക്കിയാലും കാക്കാന്നും പറഞ്ഞിങ്ങനെ ശല്യം ചെയ്താലും നമ്മളതിനെ കല്ലെടുത്ത് എറിഞ്ഞോടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാക്കേനെ അപമാനിക്കുകയും ചെയ്യും. അതാണ് ഒരേ സമയം ആദരിക്കുകയും അനാദരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത്. മേരെ കാക്ക പുരാണിക്ക് വിവേചനമേ അചാനക് ബാധ ആപ്പടി. അപ്പോൾ ലേഖി പറഞ്ഞു, ഞാൻ ഈ കാക്കയുടെ പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തടസ്സം വന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഗമലെ ഔർ ദീവാർ കി സന്ധി മേ ചിപ്പേ एक छोटे से जीव पर मेरी दृष्टि रुक गई. ആ പൂച്ചട്ടിയുടെ അടുത്തും അതുപോലെ തന്നെ ആ ദീവാർ കി സന്ധിമേ, അതായത് ആ ചുമരിൻ്റെ, ദീവാർ എന്ന് പറഞ്ഞാൽ മതിൽ, ആ ചുമരിൻ്റെ ആ ഇടയിലും ചിപ്പെ ഒളിച്ചിരിക്കുന്ന ഏക്ക് ചോട്ടെ സെ ജീവ് പർ, ഒരു ചെറിയ ജീവിയിൽ മേരെ ദൃഷ്ടി റുക്ക് ഗയി, എൻ്റെ കണ്ണ് അവിടെ പതിച്ചു. നികട്ട് ജാക്കർ ദേക്ക, ഞാൻ അവിടെ പോയി നോക്കി. ഗിൽഹരി കാ ചോട്ടാ സ ബച്ചാ ഹെ ജോ സംഭവദാഹ കോസലെ സെ ഗിർ പടി ഹെ. അതായത് ഗിൽഹരി അണ്ണാൻ്റെ ചെറിയൊരു കുഞ്ഞ്, അത് എന്ത് പറ്റിയതാണ്, ചിലപ്പോൾ ഗോസലെ കൂട്ടിൽ നിന്നും താഴേക്ക് വീണതായിരിക്കാം. അവർ അബ് കവ്വേ ജിസ്മേ സുലഭ് ആഹാർ ഗോജ് രഹേ ഹെ. കാക്കകൾ തൻ്റെ ആഹാരമാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ആ ചെറിയ ജീവി കുഞ്ഞതാണ്, ജനിച്ച ഉടനെ എന്തോ കൂട്ടിൽ നിന്നും താഴെ വീഴുന്ന ആ ജീവിയെ കാക്കകൾ ഇപ്പോൾ തൻ്റെ ആഹാരമാക്കാനുള്ള ശ്രമത്തിലാണ് കാക്കകൾ. അതിൻ്റെ ഒച്ചയമ്പകളാണ് അവിടെ കേട്ടത്. കാകതൊയ്ക്ക് ചോഞ്ചോങ്കെ दो गांव उस लघु प्राण के लिए बहुत दे अतः वह निजेष्ट सा गमले से ചിപ്പടാ പടാത. കാകതൊയ് എന്ന് പറഞ്ഞാൽ രണ്ട് കാക്കകളെയാണ് കാകതൊയ് എന്ന് പറയുന്നത്. അപ്പോൾ കാകതൊയ്ക്ക് ചോഞ്ചോങ്കെ ദോ, ചോഞ്ചോങ്കെ അതായത് ആ രണ്ട് കാക്കകളുടെ കൊണ്ടുള്ള കൊത്ത് കൊണ്ടിട്ട്, രണ്ട് കൊത്ത് കൊണ്ടിട്ട് ആ ഒരു കൊത്തിൽ തന്നെ എന്താണ് അത് മരിക്കാനുള്ള ലഘുപ്രാണിക്കേലിയ ബൗദ്ധ എന്ന് പറഞ്ഞാൽ ആ ചെറിയ പ്രാണിക്ക് അത് മതിയായിരുന്നു മരിച്ചു പോകാനായിട്ട്. അതഹ നിജേഷ്ട് എന്ന് പറഞ്ഞാൽ ചലനമില്ലാതെ ഗമലേസെ ചിപ്പടാ പടാതാന്ന്, അവിടെ ഇങ്ങനെ ചത്ത പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ലേഖിക നോക്കുമ്പോൾ സപ്നെ കഹാ കവ്വേ കി ചോഞ്ച് കാ ഗാവ് ലഗാനെ കെ ബാദ് യഹ് ബച്ച് നഹി സക്ത. എന്നോട് എല്ലാവരും പറഞ്ഞു ആ കാക്കയുടെ ചുണ്ടിൻ്റെ കൊത്തുകൊണ്ട് അതിന് മുറിവേറ്റിട്ടുണ്ട്, അതിന് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ബച്ച് നഹി സക്ത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അതഹ ഇസ് ഏസി ഹി രഹനെ ദിയാ ജായേ, അതിനെ അങ്ങനെ തന്നെ വിട്ടേക്കുവാൻ, ഇനി ഒന്നും ചെയ്യണ്ട, അത് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു. പരന്തു മന്ന ഹി മാന, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല, എൻ്റെ മനസ്സ് അതിന് സമ്മതിച്ചില്ല. കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു വളരെയധികം മൃഗസ്നേഹിയായിരുന്നു ആര്, മഹാദേവ് വർമ്മ. ഉസെ ഹൗലേസെ ഉടാക്കർ അപ്പനെ കമരമേലായി, പതുക്കെ എടുത്തുകൊണ്ട് വന്നു. എന്ത് ചെയ്തു, കയ്യിലിങ്ങനെ കോരി എടുത്തുകൊണ്ട് വന്നിട്ട് ഫിർ രുയി സെ രക്ത പോഞ്ചിക്ക, രുയി എന്ന് പറഞ്ഞാൽ ചെറിയ പഞ്ഞി കൊണ്ട് ആ രക്തങ്ങൾ ബ്ലഡ് എല്ലാം തുടച്ചു, പോഞ്ചന എന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റുക.
ഗാവോം പർ പെൻസിലിൻ കാ മർഹം ലഗായ, മുറിവുകളിൽ പെൻസിലിൻ്റെ മരുന്നെല്ലാം പുരട്ടി. രൂയിക്ക് പത്തിലി ബത്തി ദൂത് സെ ബിഗോക്കർ, അപ്പോൾ ഈ പഞ്ഞിയുടെ നമ്മൾ ഈ വിളക്ക് കത്തിക്കാൻ തിരി തെറുക്കുമല്ലോ, അപ്പോൾ ആ പഞ്ഞി അതുപോലെ തെറുത്തിട്ട് അത് ആ ദൂത് സെ ബിഗോക്കർ, പാല് കൊണ്ട് മുക്കി, അതായത് പാലിൽ മുക്കി. ജയ്സെ ജയ്സെ ഉൻകെ നന്നേ സെ മൂമേ ലഗായി, പതുക്കെ പതുക്കെ അതിൻ്റെ കുഞ്ഞു വായിൽ കൊണ്ടേ അതിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്തു. പർ മൂവ് ഗുൽന സക, പക്ഷേ അതിന് വായ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ദൂതക്കി ബൂന്തേം ദോനോ ഓർ ഡുലക് ഗയി, ആ പാലിൻ്റെ തുള്ളികൾ, ബൂന്തേന്ന് പറഞ്ഞാൽ തുള്ളികൾ രണ്ട് വശത്തേക്കും തെറിച്ചു പോയി. ഖൈ ഗണ്ടേക്ക് ഉപചാർക്കെ ഉപരാന്ത് ഉസ്കെ മൂമേ ഏക് ബൂന്ത് പാനി ഡക്കായ ജാസക, കുറേ ശ്രമിച്ചു, കുറേ നേരം, ഗണ്ടേക്ക് ഉപചാർ എന്ന് പറഞ്ഞാൽ കുറേ മണിക്കൂറോളം ഇതുപോലെ ശ്രമിച്ച് മൂമേ വായിൽ ഏക്ക് ബൂന്ത് ഒരു തുള്ളി വെള്ളം ടപ്കായ ജാസക എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയി. തീസരെ ദിൻ വ ഇത്തന അച്ഛ അവർ ആശ്വസ്തു ഹോകയാക്കി മേരി ഉംഗലി അപ്പനെ തോ നന്നെ പഞ്ചോം സെ പകഡ്കർ, മൂന്നാമത്തെ ദിവസം അവൻ ഇത്തന ആശ്വസ്തു, അതായത് ആശ്വസ്തു എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയുക, ബെറ്ററായിട്ട് മേരി ഉംഗലി, അതായത് മഹാദേവ വർമ്മയുടെ ഉംഗലി എന്ന് പറഞ്ഞാൽ വിരലുകൾ, അപ്പനെ ദോ നന്നെ പഞ്ചോം സെ പകഡ്കർ, അത് തൻ്റെ ആ ചെറിയ കൈ കൊണ്ട്, ഫ്രണ്ടിലെ രണ്ട് കുഞ്ഞു കൈകളുണ്ട്, ആ കൈകളുകൊണ്ട് ഇങ്ങനെ പിടിക്കും. ആരുടെ വിരൽ? മഹാദേവ വർമ്മയുടെ വിരലുകൾ ഇങ്ങനെ പിടിക്കും. നീലെ കാഞ്ചിക്ക് മോത്തിയോൻ ജേസി ആക്കോം സെ ഇതർ ഉദർ ദേഖ്നെ ലഗ, ഇതിൻ്റെ കണ്ണ് എങ്ങനെയാണ്? കാഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഗോളി എന്ന് പറയില്ലേ, കച്ചി, അതുപോലെ അതിൻ്റെ കണ്ണുകളിലും ഇങ്ങനെ തിളങ്ങിയിരിക്കും. ആ കണ്ണുകൾ കൊണ്ട് ഇതർ ഉദർ ദേഖ്നെ ലഗ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കാൻ തുടങ്ങി. 3-4 മാസ് മേ ഉസ്കെ സ്നിഗ്ധ രോയേം ജബേദാർ പൂഞ്ച് और ചഞ്ചൽ ചമക്കീലി ആക്കേം സബ്കോ വിസ്മിത് കർണേ ലഗെ, 3-4 മാസങ്ങൾക്ക് ശേഷം സ്നിഗ്ധ രോയ എന്ന് പറഞ്ഞാൽ രോമങ്ങൾ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ രോമങ്ങൾ, അതേപോലെ തന്നെ ജബേദാർ പൂഞ്ച്, നല്ല കട്ടിയുള്ള മീശ, അതിൻ്റെ മീശ ഇങ്ങനെ നീണ്ടിയിരിക്കുമല്ലോ. അവർ ചഞ്ചൽ ചമക്കീലി ആക്കേം, അതായത് നല്ല തിളങ്ങുന്ന കണ്ണുകൾ, സബ്കോ വിസ്മിത് കർണയിലേക്ക് എല്ലാവരെയും വളരെയധികം വിസ്മയപ്പെടുത്തി അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തി. हमने उसकी ജാതിവാചക് സജ്ഞാക്കോ വ്യക്തിവാചക രൂപ ദേ ദിയ, അതായത് ജാതിവാചക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ട്, ജാതിവാചക് സജ്ഞ വ്യക്തിവാചക് സജ്ഞ എന്ന്. അതായത് ജാതി എന്ന് പറയുമ്പോൾ അതൊരു ഇപ്പോൾ ഒരു മൃഗമായിട്ടാണ് ഇരിക്കുന്നത്, അതിന് പ്രത്യേക പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ ജാതിവാചക് സജ്ഞയിൽ നിന്നും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്കൊരു പേരുണ്ടാവുമല്ലോ, ഒരു നെയിം ഉണ്ടാവുമല്ലോ, അതിനെന്ത് ചെയ്തു? അവരൊരു പേരിട്ടു, അതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. വ്യക്തിവാചക് സജ്ഞ വ്യക്തിവാചക രൂപ ദേ ദിയ और इस प्रकार हम उसे ഗില്ലു कहकर बुलाने लगे, എന്ത് ചെയ്തു? ഗില്ലു ഒന്ന് വിളിച്ചു, അപ്പോൾ അതൊരു വ്യക്തിയായി. मैंने फूल रखने की एक हल्की डलिया में रुई बिछाकर उसे तार से खिड़की पर लटका दिया. ലേഖിക എന്ത് ചെയ്തു? ഞാൻ അവിടെ പൂക്കൾ വെക്കുന്ന ഈ ചെറിയ കൊട്ടകൾ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവും, അതുപോലെ തന്നെ ബാമ്പു വെച്ചിട്ടുണ്ടാക്കിയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൽ രൂയി ബിജാക്കർ, പഞ്ഞിയെല്ലാം ബെഡ് പോലെ വിരിച്ചിട്ടിട്ട് ഉസെ താർ സെ കിടക്കി പർ ലടുക്കാ ദിയ, ഒരു കയറ് കൊണ്ട് ചരട് കൊണ്ട് ഇങ്ങനെ കോർത്തിട്ട് ഊഞ്ഞാല് പോലെ അത് ജനലിൻ്റെ അടുത്ത് തൂക്കിയിട്ടു. വഹി 2 വർഷ ഗില്ലു ക ഘർ രഹ, അതായിരുന്നു ഗില്ലുവിൻ്റെ 2 വർഷത്തെയും വീട്. വ സ്വയം ഹിലാക്കർ अपने घर में झूलता और अपनी कांच के मनकों सी आंखों से कमरे के भीतर और खिड़की से बाहर न जाने क्या देखता समझता रहता. അവൻ എന്ത് ചെയ്യും? അവൻ തന്നെ അത് സ്വയം ഇങ്ങനെ ഹിലാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാലാട്ടുക, അവൻ തന്നെ അതിൽ കയറിയിരുന്ന് ആടും. എന്നിട്ട് തൻ്റെ ചെറിയ കണ്ണുകൾ വെച്ചിട്ട് കമരയ്ക്ക് ഭീത്തർ, ആ കണ്ണുകൾ കൊണ്ട് കമരയ്ക്ക് ഭീത്തർ, ആ മുറിയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ നോക്കും. പിന്നെ എന്ത് ചെയ്യും? ഖിടക്കി സെ ബാഹർ ന ജാനെ, ഖിടക്കി എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ പുറത്തേക്ക്
ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലേഖിക ചോദിക്കുന്നത് നജാനെ ക്യാ സംസ്ഥാന എത്താത്ത, അവൻ എന്താണ് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. परंतु उसकी समझदारी और कार्यकलाप पर सबको ആശ്ചര്യ ഹോത്തത്. പക്ഷെ അവൻ്റെ ആ സമജ്ദാരി തിരിച്ചറിയാനുള്ള കഴിവും കാര്യകലാപ് അവൻ്റെ ആ വികൃതികളും എല്ലാവരെയും വളരെയധികം ആശ്ചര്യപ്പെടുത്തിയിരുന്നു. जब मैं लिखने बैठती तब अपनी ओर मेरा ध्यान आकर्षित करने की उसे इतनी तीव्र इच्छा होती थी कि उसने एक अच्छा उपाय खोज निकाला. അപ്പോൾ ലേഖിക എപ്പോഴാണോ മഹാദേവ വർമ്മ റൈറ്ററാണെന്ന് അറിയാമല്ലോ, അപ്പോൾ വർമ്മ എപ്പോഴൊക്കെയാണോ എഴുതാനിരിക്കുന്നത് ആ എഴുതാനിരിക്കുന്ന സമയത്ത് ഇവനെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവന് ഇങ്ങനെ ധ്യാൻ ആകർഷിത് കർണേക്കേലി എന്ന് പറഞ്ഞാൽ മഹാദേവ വർമ്മയുടെ ശ്രദ്ധ ഇവനിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഉസ്നേക്ക് അച്ഛ ഉപായ് ഗോജ് നിക്കാല, അവനൊരു നല്ലൊരു ഐഡിയ കണ്ടുപിടിച്ചു എന്നാണ് ലേഖിക പറയുന്നത്. അപ്പോൾ മേരെ പൈർ തക് ആക്കർ സർസെ പർദേ പർ ചട്ട് ജാത്ത, നേരെ എന്ത് ചെയ്യും, കാലിൻ്റെ അടുത്ത് വന്നിട്ട് നേരെ അവിടെ നിന്ന് തലയിലേക്ക് കയറും. പിന്നെ എന്ത് ചെയ്യും, തൊട്ടടുത്ത പർദ എന്ന് പറഞ്ഞാൽ കേട്ടനാണ്, അപ്പോൾ കട്ടൻ്റെ അടുത്ത് കസേരയിലെല്ലാം ഇരിക്കുകയായിരിക്കും. അപ്പോൾ നേരെ കാലിൽ നിന്നും തലയിൽ കയറി ആ തലയിൽ നിന്ന് നേരെ കട്ടനിലേക്ക് ചാടും. അവർ ഫിർ ഉസി തേസി സെ ഉതർത്ത, അതേപോലെ തന്നെ പിന്നെയും താഴേക്ക് ഇറങ്ങും. उसका यह दौड़ने का क्रम तब तक चलता जब तक मैं उसे पकड़ने के लिए ना उठती. ഈ ഒരു അതായത് കാലേ കൂടി കയറും, മുകളിലേക്ക് തലയുടെ അവിടെ വരും, അവിടെ നിന്ന് നേരെ കർട്ടനിലേക്ക് പോകും, പിന്നെ അവിടെ നിന്ന് ഇറങ്ങും, പിന്നെ ഇതൊക്കെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണിത് നിർത്തുന്നത്, ഇത് കുറേ ആകുമ്പോഴേക്കും മഹാദേവ് വർമ്മ എഴുത്തൊക്കെ നിർത്തി ഇവനെ പകടനേക്കേലിയെ നാ ഉടുത്തി, പിടിക്കാനായിട്ട് എഴുന്നേൽക്കുന്നത് വരെയും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. कभी मैं गिल्लू को पकड़कर एक लंबे लिफाफे में इस प्रकार रख देती कि उसके अगले 2 पंजों और सिर के अतिरिक्त सारा लघुगाद लिफाफे के भीतर बंद रहता. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ എഴുതുന്ന തിരക്കിലായിരിക്കുമല്ലോ, അപ്പോൾ ഇവനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവനെ വേഗം പിടിച്ചിട്ട് ചിലപ്പോഴൊക്കെ ഗില്ലുവിനെ പിടിക്കും. എന്നിട്ട് ഏക്ക് ലെമ്പെ ലിഫാഫെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പേപ്പർ വെച്ചിട്ട് കൂടുണ്ടാക്കുമല്ലോ, അങ്ങനത്തെ ഒരു കൂടിനെയാണ് ലെമ്പെ ലിഫാഫെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ കൂടുണ്ടാക്കിയിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ ഇരുത്തും. അപ്പോൾ അകലെ ദോ പഞ്ച്, അപ്പോൾ ഫ്രണ്ടിലുള്ള 2 കൈകൾ മാത്രം ആ ലിഫാഫയിൽ ഇങ്ങനെ പിടിച്ച് തല മാത്രം, ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തല മാത്രം ഇവൻ പുറത്തിടും. ലഘുഗാത് ലിഫാഫയ്ക്ക് പീത്തർ ബന്ദ് രഹത്ത, ബാക്കിയുള്ള ശരീരഭാഗം മുഴുവനും കുഞ്ഞാണ്. അപ്പോൾ പക്ഷേ ആ 2 കൈയും തലയും മാത്രം ആ ലിഫാഫയുടെ പുറത്ത് കാണാം, ബാക്കിയെല്ലാം എവിടെയായിരിക്കും, ഈ ലിഫാഫയുടെ ഉള്ളിലായിരിക്കും. ഈ അത്ഭുത സ്ഥിതി മേ കബി കബി ഗണ്ടോ മേസ് പർ ദീവാർ കെ സഹാരെ ഗഡാ രഹക്കർ വ അപ്നി ചംകീലി ആക്കും സെ മേരാ കാര്യകലാപ് ദേക്കാ കർത്ത. അപ്പം ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യും, മണിക്കൂറുകളോളം അവിടുത്തെ അങ്ങനെ പിടിച്ചിങ്ങനെ ആ ലിഫാഫയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ മഹാദേവ് വർമ്മ എഴുതുന്നതും നോക്കി ആ തിളങ്ങുന്ന കണ്ണുകളും കൊണ്ട് ഇങ്ങനെ നോക്കി മണിക്കൂറുകളോളം ഇരിക്കുമെന്നാണ് ലേഖിക പറയുന്നത്. ഭൂക്ക് ലഗാനെ പർ ചിക് ചിക് കർക്കെ മാനോവ മുജെ സൂചന ദേത്ത. വിശക്കുമ്പോഴെന്താ ചെയ്യുന്നത്, ചിക് ചിക്, ഇതിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല, ചിക് ചിക് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എനിക്ക് വിശക്കുന്നു എന്നുള്ളൊരു അറിയിപ്പ് കൊടുക്കുന്ന പോലെ, സൂചന ദേത്ത എന്ന് പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പ്. और काजू या बिस्कुट मिल जाने पर उसी स्थिति में लिफाफे से बाहर वाले पंजों से पकड़कर उसे कुदरता. കാജു എന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ട് അല്ലെങ്കിൽ പിന്നെന്താണ് ബിസ്കുറ്റ്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അതേപോലെ തന്നെ നിന്നുകൊണ്ട് ലിഫാഫേസെ ബാഹർ വാലെ പഞ്ചോംസെ, ആ ലിഫാഫയുടെ കൈ പിടിച്ചിരിക്കുന്ന അവിടെ നിന്ന് ആ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും, ഈ കാജു അല്ലെങ്കിൽ ബിസ്കുറ്റ് പിടിച്ചിട്ട് ഇതിങ്ങളിങ്ങനെ കാരിക്കാരിയാണല്ലോ തിന്നുന്നത്, അതിനാണ് കുതിർത്ത എന്ന് പറയുന്നത്. पर गिल्लू के जीवन का प्रथम वसंत आया, फिर गिल्लू के जीवन का प्रथम वसंत आया. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ഗില്ലുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വസന്തകാലം വന്നു. വസന്തകാലം അറിയാമല്ലോ, പുതിയ പുതിയ പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മനോഹരമായ ഒരു കാലഘട്ടമാണത്. നീം ചമേലിക്ക് ഗന്ധ് മേരെ കമരമേ ഹൗലേ ഹൗലേ ആനയിലേക്ക്. നീൽ ചമേലി എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ പോലത്തെ, അതിൻ്റെ മണം എന്താ പറയുക, വല്ലാത്ത സുഗന്ധമാണ് അതിന്. അപ്പോൾ അതിങ്ങനെ
ചെമ്പകം പൂത്ത പോലെ അത് ഇങ്ങനെ എൻ്റെ മുറിയിലേക്ക് വന്നു തുടങ്ങി. ബാഹർക്കി ഗിൽഹരിയാൻ ഗിടക്കി ജാലിക്കെ പാസ് ആക്കർ ചിക് ചിക് കർക്കെ നജാനെ ക്യാ കഹനെ ലഗെ. അപ്പോൾ പുറത്തുള്ള കുറേ ഗിൽഹരികൾ അണ്ണാനുകൾ ഈ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് ഗിടക്കിക്ക് ജാലിക്കെ പാസ് എന്ന് പറഞ്ഞാൽ, ജാലി എന്ന് പറഞ്ഞാൽ ഈ ജനൽക്ക് നെറ്റ് കെട്ടിയിട്ടുണ്ട്, നെറ്റിനാണ് ജാലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വന്നു നിന്നിട്ട് പുറത്തുള്ള ഈ ഗിൽഹരികൾ ഇങ്ങനെ ചിക് ചിക് എന്ന് പറയുന്നു. അപ്പോൾ ലേഖ്യ ചോദിക്കണ എന്തുകൊണ്ടാണാവോ അവർ പറയുന്നതെന്നാണ് ലേഖ്യ ചോദിക്കുന്നത്. गिल्लू को जाली के पास बैठकर अपनेपन से बाहर झांकते देखकर मुझे लगा कि इसे मुक्त करना आवश्यक है. അപ്പോൾ ഗില്ലു എന്ത് ചെയ്യും, ഈ ജനലിൻ്റെ ആ നെറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കും. ജാങ്കത്തെ തേക്കർ ഇങ്ങനെ എത്തി നോക്കുന്നത് കണ്ടപ്പോൾ ലേഖയ്ക്ക് തോന്നി ഇവൻ ഇനി ഫ്രീ ആയിട്ട് വിടേണ്ടതായിട്ടുണ്ട്. മുക്ത് കാരണം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇവനിപ്പം ഈ മുറിക്കുള്ളിലാണല്ലോ, ഇനി അവനെ ഫ്രീ ആയിട്ട് അഴിച്ചു വിടേണ്ടതായിട്ടുണ്ട് എന്ന് ലേഖയ്ക്ക് തോന്നി. മേനെ കീലെ നിക്കാൾക്കാർ ജാലിക്ക ഏക്ക് കോന ഖോൾ ദിയ. കീലെന്ന് പറഞ്ഞാൽ ഈ നെറ്റ് അടിച്ചേക്കുന്ന ഒരു കോർണറിലെ റാണി, ആ 4 വശത്ത് കോർണർ ഉണ്ടല്ലോ, അപ്പം ആ ഒരു കോർണറിലെ ആണി, കീലെന്ന് പറഞ്ഞാൽ ആ ഒരു ആണി മാറ്റി. ഏക്ക് കോന ഗോൾ ദിയ, ഒരു മൂലക്കുള്ള ആണി മാറ്റിയിട്ട് ആ നെറ്റ് തുറന്നു. और इस मार्ग से गिल्लू ने बाहर जाने पर सचमुच ही मुक्ति की सांस ली. ആ കോർണറിലോട് കൂടി ഗില്ലു പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്തു, ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ശ്വാസം എടുത്തു എന്നാണ് അർത്ഥം. എല്ലാവർക്കും അതാണല്ലോ ഇഷ്ടം, കൂട്ടിൽ കിടക്കുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇത്തനെ ചോട്ടെ ജീവ് കോ ഘർ മേ പലെ കുത്തേ ബില്ലിയോം സെ ബച്ചാന ബി ഏക് സമസ്യ ഹി ദി. അപ്പോൾ ഇത്രയും ചെറിയൊരു ജീവിനെ വീട്ടിലുള്ള പലേന്ന് പറഞ്ഞാലും വീട്ടിലുള്ള മറ്റു വളർത്തുമൃഗങ്ങളെയാണ് പലേ എന്ന് പറയുന്നത്. അതിലേതൊക്കെയാണ്, പട്ടികളുണ്ട്, പൂച്ചയുണ്ട്. ഇവരിൽ നിന്നെല്ലാം ഈ ചെറിയ ജീവിയെ രക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രോബ്ലം ആയിരുന്നു. അതും ശ്രദ്ധിക്കണമല്ലോ, വെറുതെ അഴിച്ചു വിട്ടാൽ മാത്രം പോരല്ലോ. ആവശ്യ കാഗസ് പത്രോं के कारण मेरे बाहर जाने पर कमरा बंद ही रहता है. അതായത് റൈറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം എഴുതുന്ന പേപ്പറുകളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും എന്താണ്, മുറി പുറത്തേക്ക് മഹാദേവ് വർമ്മ പോകാൻ നേരത്ത് മുറി പുറത്തു നിന്നും പൂട്ടിയിട്ടായിരിക്കും പോകുന്നത്. മേരെ കോളേജിൽ ലൗട്ട്നെ പർ ജയ്സെ ഹി കമര ഖോല ഗയാ. ഞാൻ കോളേജിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആ റൂം തുറക്കുമ്പോൾ തന്നെ അവർ മേനെ ഭീത്തർ പയർ റക്ക, ഞാൻ ആ കാലെടുത്ത് മുറിയിലേക്ക് വെക്കുമ്പോൾ വൈസെ ഹി ഗില്ലു അപ്പനെ ജാലിക്ക് ദ്വാർ സെ ഭീത്തർ ആക്കർ. അവനെന്ത് ചെയ്യും, ആ നെറ്റിൽ കൂടി ആ മുറിയിൽ അത്ര നേരം പുറത്ത് കിടന്ന് കളിക്കുകയായിരിക്കും. ഇത് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഇവൻ ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് വരും, മുറിയുടെ ഉള്ളിലേക്ക് വരും. മേരെ പയർ സെ സിർ ഓർ സിർ സെ പയർ തക് ദൗഡ് ലഗാനെ ലഗാ. കാലിൽ നിന്നും മേളിലേക്കും മേളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. തബ്സെ യ നിത്യക ക്രമ ഹോഗയ. ഇതിപ്പോൾ എന്താ, ഡെയിലി ഒരു റുട്ടീനായിട്ട് മാറി, അവൻ്റെ ഒരു ശീലമായി മാറി. മേരെ കമരെ സെ ബാഹർ ജാനെ पर गिल्लू भी खिड़की की गुली जाली की राह बाहर चला जाता और दिन भर गिलहरियों के झुंड का नेता बना हर डाल पर उछलता कूदता रहता. അതായത് മേരെ കമരെ സെ ബാഹർ ജാനെ പർ, ലേഖ എപ്പോഴാണോ മുറിയിൽ നിന്നും പുറത്ത് പോകുന്നത് അവനും ആ ജനലിൻ്റെ ഇടയിൽ കൂടി, ആ നെറ്റിൻ്റെ ഇടയിൽ കൂടി അവൻ പുറത്തേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, പകല് മുഴുവനും മറ്റുള്ള അണ്ണാന്മാരോട് കൂടി, ഗിൽഹരിയൊക്കെ ചുണ്ടെന്ന് പറഞ്ഞാൽ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ കൂട്ടം, ആ അണ്ണാന്മാരുടെ കൂട്ടത്തിൽ നേതാവായിട്ട് അവൻ അവിടെ ഉജൽത്ത കൂത്ത എന്ന് പറഞ്ഞാൽ ചാടി മറിഞ്ഞ് കളിക്കും. और ठीक 4 बजे 4 മണിയാകുമ്പോൾ തന്നെ, കറക്റ്റ് 4 മണിയാകുമ്പോൾ തന്നെ വഗിടക്കി സെ ഭീത്തറാക്കർ അപ്പനെ ജൂലെ മേ ജൂലിനെ ലഗ്താം. കറക്റ്റ് 4 മണിക്ക് അവൻ വേഗം ആ ജനലിൻ്റെ ഉള്ളിൽ കൂടി അകത്ത് കയറിയിട്ട് തൻ്റെ ആ ചൂലെന്ന് പറഞ്ഞാൽ ആ ഊഞ്ഞാലിരുന്ന് അവൻ ഊഞ്ഞാലാടാൻ തുടങ്ങും. മുझे ചൗക്കാനെ की इच्छा उसमें न जाने कब और कैसे ഉൽപ്പന്ന ഹോ ഗയി. എന്നെ ഇങ്ങനെ ഞെട്ടിപ്പിക്കാനുള്ള അവൻ്റെ ഒരു ആഗ്രഹം എപ്പോഴാണ് അവനിൽ ഇങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല എന്നാണ് ലേഖി പറയുന്നത്. കബി ഫൂൽദാൻ കെ ഫൂലോമേ ചിപ്ജാത്ത, അത് ചിലപ്പോൾ പൂന്തോട്ടത്തിൻ്റെ ആ ചെറിയ ചെറിയ പൂക്കളിൽ അവൻ ഒളിച്ചിരിക്കും. ഞാൻ വരുമ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ മേത്തേക്ക് എടുത്ത് ചാടും. കബി പർദ്ദേക്ക് ചുന്നട്മേ അവർ കബി സോനജുഹിക്ക് പത്തിയോമേ. ചിലപ്പോൾ പർദ്ദേക്ക് ചുന്നട്ട് എന്ന് പറഞ്ഞാൽ കർട്ടൻ്റെ ചുന്നട്ടെന്ന് പറഞ്ഞാൽ ചുളിവ്, അപ്പോൾ കർട്ടൻ്റെ ചുളിവുകൾ ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഒളിച്ചിരിക്കും. പിന്നീട് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, സോനജുഹിക്ക് പത്തിയോമേ. ആ സോനജുഹി നമ്മൾ ചാപ്റ്റർ തുടങ്ങിയത് സോനജുഹി എന്ന് പറഞ്ഞിട്ടാണ്.
അപ്പോൾ ആ സോനജുഹിയുടെ പത്തി ഇലകളിൽ ചിലപ്പോൾ അവനിങ്ങനെ ഒളിച്ചിരിക്കും. മേരെ പാസ് ബഹുത് സെ പശു പക്ഷി ഹെ और उनका मुझसे लगाव भी कम नहीं है. ലേഖി പറയണ എൻ്റെ അടുത്ത് ഒരുപാട് പശുപക്ഷി ഉണ്ട്. ഒരുപാട് പശുപക്ഷികളുണ്ട്. ഉൻകാ മുസ്സെ ലഗാവ് ബി കം നഹി ഹെ. ലഗാവ് എന്ന് പറഞ്ഞാൽ അടുപ്പം. അവരായിട്ട് വളരെയധികം അടുപ്പവും വളരെയധികം കെയർ ചെയ്തിരുന്നു അവരെ. അവർക്കും മഹാദേവി വർമ്മേനെ വളരെയധികം ഇഷ്ടമായിരുന്നു. परंतु उनमें से किसी को मेरे साथ मेरी थाली में खाने की हिम्मत हुई है ऐसा मुझे स्मरण नहीं आता. ലേഖി പറയണം, പക്ഷെ ഇവരിൽ ആരും എൻ്റെ പ്ലേറ്റിൽ എൻ്റെ ഒപ്പം വന്നിരുന്ന എൻ്റെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ള ധൈര്യം, ഹിമ്മത്ത് എന്ന് പറഞ്ഞ ധൈര്യം, അങ്ങനെ എനിക്ക് യാതൊരു ഓർമ്മയില്ലാന്ന്. വേറെ ഒരു പശുപക്ഷിയും എൻ്റെ പ്ലേറ്റിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല. ഗില്ലു ഇൻമേ അപവാദ. അപവാദം എന്ന് പറഞ്ഞാൽ ഗില്ലു അതെല്ലാം തെറ്റിച്ച, ആ ഒരു ശീലം തെറ്റിച്ച ഒരു ജീവിയായിരുന്നു. मैं जैसे ही खाने के कमरे में पहुंचती वह खिड़की से निकलकर आंगन की दीवार बरामदा पार करके मेज़ पर पहुंच जाता और मेरी थाली में बैठ जाना चाहता. എപ്പോഴാണോ മഹാദേവി വർമ്മ ഭക്ഷണം കഴിക്കാനായിട്ട് മുറിയിലേക്ക് വരുന്നത്, അവൻ എവിടെ നിൽക്കുകയാണെങ്കിൽ ആ കിടക്കി ജനലിൽ നിന്നൊക്കെ ചാടി മറിഞ്ഞ് ആ ചുമരിൽ നിന്നൊക്കെ ചാടി വരാമതയുടെയൊക്കെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ആ ദാലി മേശപ്പുറത്ത് കയറി നിന്നിട്ട് ദാലി പ്ലേറ്റ് എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതാണ് പറയുന്നത്. ദാലിമേ ബൈറ്റ് ജാന ചാത്ത, ആ ദാലിയിൽ പ്ലേറ്റിൽ തന്നെ ഇരിക്കാനായിട്ടാണ് അവൻ ശ്രമിച്ചിരുന്നത്. അവനറിയില്ലല്ലോ. ബടി കഠിനായി സെ മേനെ ഉസെ ദാലി കെ പാസ് ബൈഠന സിക്കായ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്ലേറ്റിൻ്റെ അടുത്തിരിക്കാനായിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചത്. ജഹാം ബൈഠ് കർ വോ മേരി ദാലി മേ സെ ഏക് ചാവൽ ഉടാക്കർ ബടി സഫായി സെ ഗാത്ത രഹത്ത. അവൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഓരോരോ അരി എടുത്തിട്ടും ഇങ്ങനെ വളരെ നീറ്റോടുകൂടി അവൻ കഴിക്കുമായിരുന്നു. കാജു ഉസ്ക പ്രിയ ഖാദത. കാഷ്യൂനട്ടായിരുന്നു അവൻ ഏറ്റവും, ഖാദെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഏറ്റവും ഇഷ്ടം കാഷ്യൂനട്ടായിരുന്നു. और कई दिन खाचू न मिलने पर वह अन्य खाने की चीज़ें या तो लेना बंद कर देता या चूल्हे से नीचे फेंक देता. കുറേ ദിവസമൊക്കെ കാഷ്യൂനട്ട് കൊടുത്തില്ലെങ്കിൽ അവൻ വേറെ ഒന്നും കഴിക്കില്ല. ഇനി വേറെ എന്തെങ്കിലും കൊടുത്താൽ എന്ത് ചെയ്യും? ചൂലേ സെ നീച്ചെ ഫേങ് ദേത്ത. അവൻ ആ ഊഞ്ഞാലിൽ നിന്നെടുത്ത് പുറത്തേക്ക് എറിയും. उसी बीच मुझे मोटर दुर्घटना में आहत होकर कुछ दिन अस्पताल में रहना पड़ा. ആ സമയത്ത് ഒരു കാർ ആക്സിഡൻറ്റിൽ കുറച്ച് ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. उस दिन हम जब मेरे कमरे का दरवाज़ा खोला जाता गिल्लू अपने चूल्हे से उतरकर दौड़ता और फिर किसी दूसरे को देखकर उसी तेज़ी से अपने घोंसले में जा बैठता. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വാതിൽ തുറക്കുമ്പോൾ തന്നെ ഓടി വരും ഗില്ലു മഹാദേവർമ്മനെ കാണുമ്പോൾ. പക്ഷേ അത് വിചാരിച്ചിട്ട് ഇവൻ ഓടി വരുമെങ്കിലും പക്ഷേ അത് മഹാദേവി വർമ്മ അല്ല എന്ന് കാണുമ്പോൾ അവൻ വേഗം എന്ത് ചെയ്യും? തേസീസി അപ്പനെ ഗോസലേമേ ജാ ബൈഠത്ത. തിരിച്ചവൻ അവൻ്റെ കൂട്ടിൽ തന്നെ പോയിരിക്കും. സബ് ഉസേ കാജു ദേ ആത്തെ. എല്ലാവരും അവനിഷ്ടം കാഷ്യൂനട്ടാണല്ലോ, അപ്പോൾ കാഷ്യൂനട്ടൊക്കെ കൊടുക്കും. परंतु अस्पताल से लौटकर जब मैंने उसके चूल्हे की सफाई की तो उसमें കാജു ബരേ മിലേ. അപ്പോൾ പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അവൻ്റെ ആ കൂട് ക്ലീൻ ചെയ്യുമ്പോൾ ഉസ്മെ കാജു ബരേ മിലേ, വളരെയധികം കാജു അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു. ജിൻസെ ഞാത് ഹോത്താതാക്കി വ ഉൻ ദിനോ അപ്പനെ പ്രിയ ഖാദ് കിത്തന കം ഖാത്താ രഹ. അപ്പോൾ ആ ലേഖിക്ക് മനസ്സിലായി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? കാഷ്യൂനട്ടാണ്. അപ്പോൾ മഹാദേവി വർമ്മേനെ കാണാത്തത് കൊണ്ട് അവൻ അതുവരെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി എന്നാണ് പറയുന്നത്. മേരി अस्वस्थता में वह तकिए पर सिरहाने बैठकर अपने नन्हे नन्हे पंजों से मेरे सिर और बालों को इतने हौले हौले सहलाता रहता कि उसका हटना एक परिचारिका के हटने के समान लगता. അപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ക്ഷീണിച്ചിങ്ങനെ കിടക്കുമ്പോൾ ആ തക്കിയപ്പർ സിർഹാനെ, ആ തക്കിയെന്ന് പറഞ്ഞാൽ പില്ലോ, ആ പില്ലോയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? തൻ്റെ നന്നെ പഞ്ചംസ കുഞ്ഞു കുഞ്ഞു കൈകൊണ്ട് മേരെ സിർ, എൻ്റെ നെറ്റിയിൽ, അവർ ബാലോങ്ക്, അതുപോലെ തന്നെ എൻ്റെ മുടിയിലും ഇത്തിനെ ഹൗലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സഹലാത്ത് ഇങ്ങനെ തടകും. അത് കഴിഞ്ഞിട്ട് ഉസ്ക ഹടന, അത് കഴിഞ്ഞ് അവനങ്ങനെ കൈ മാറ്റി പോകുമ്പോൾ ലേഖികയ്ക്ക് ഒരു നേഴ്സ് എങ്ങനെയാണ്, പരിചാരിക എന്ന് പറഞ്ഞാൽ നേഴ്സ് എങ്ങനെയാണോ നമ്മൾ വയ്യാതായി കിടക്കുമ്പോൾ ആരാണോ നമ്മളെ നോക്കുന്ന അവരെയാണ് പരിചാരിക എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു പരിചാരിക എങ്ങനെയാണ് അടുത്തു നിന്നും മാറിയത് അതുപോലെ ഫീൽ ചെയ്യാറുണ്ടെന്നാണ് ലേഖിക പറയുന്നത്. गर्मियों में जब मैं दोपहर में काम करती रहती तो गिल्लू न बाहर जाता न अपने चूल्हे में बैठता. ചൂട് സമയത്ത് ഉച്ചയ്ക്ക് ഞാനിങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഗില്ലു ന ബാഹർ ജാത്ത, ഗില്ലു പുറത്തേക്ക് ഇറങ്ങില്ല. ന അപ്പനെ ചൂലേമേ ബൈത്ത, അവൻ കൂട്ടിലിരിക്കില്ല. ഇവർക്കിങ്ങനെ ചൂടധികം പറ്റില്ല. ഉസ്നെ മേരെ നിക്കട്ട് രേനേക്കെ സാത്ത്, അവൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. ഗർമിസെ ബച്ചനെ കേക്ക് സർവദാ നയ ഉപായ് ഖോജ് നിക്കാലാതാ, ആ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഉപായം അവൻ കണ്ടുപിടിച്ചു. അവനിങ്ങനെ എൻ്റെ അടുത്തിങ്ങനെ ചേർന്ന് നിൽക്കും. और मेरे पास रेकी सुराही पर लेट जाता और इस प्रकार समीप भी रहता और ठंडक में भी रहता. അവൻ എന്ത് ചെയ്യാൻ, സുരാഹി എന്ന് പറഞ്ഞാൽ മൺകുടമാണ്, വെള്ളം വയ്ക്കുന്ന മൺകുട. അവനൊരു തണുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അവൻ ആ തണുപ്പും കിട്ടും, അതുപോലെ തന്നെ എൻ്റെ അടുത്തു നിന്നും മാറാണ്ട് ഇരിക്കാനും പറ്റും. അങ്ങനെ അവനൊരു ഉപായം കണ്ടുപിടിച്ചു എന്നാണ് ലേഖിക പറയുന്നത്. ഗിൽഹരിയോं की जीवन की अवधि 2 वर्ष से अधिक नहीं होती. ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 വയസ്സ് വരെയൊക്കെ ഇവർ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതഹ ഗില്ലു കി ജീവൻ യാത്രക്ക അന്ത് ഹി ആകയ, അതുപോലെ തന്നെ ഗില്ലുവിൻ്റെയും അവസാന കാലഘട്ടം ആയി. ദിൻ ബർ ഉസ്നെ നാ കുച്ച് ഖായ നാ ബാഹർ ഗയ, ദിവസം മുഴുവനും അവനൊന്നും കഴിച്ചുമില്ല, പുറത്തേക്ക് പോയുമില്ല. രാത് മേ അന്ത് കി യാതന മേ ബി വ അപ്പനെ ചൂലെ സെ ഉതർക്കർ മേരെ ബിസ്തർ पर आया और ठंडे पंजों से मेरी वही उंगली पकड़कर हाथ से चिपक गया जिसे उसने अपने बचपन की मरणासन स्थिति में पकड़ा था. അപ്പോൾ ലേഖിക പറയാണ്, രാത്രിമേ അന്തിക്ക് യാതനാമേ, അതായത് രാത്രിയിൽ ആ അവസാന നിമിഷങ്ങളിൽ അവൻ ആ ഊഞ്ഞാലിൽ നിന്നും, നേരത്തെ പറഞ്ഞ ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങിയില്ല എന്ന്, ബാഹർ പുറത്തേക്ക് വന്നില്ല കുറച്ച് ദിവസം. അപ്പോൾ അന്നത്തെ ദിവസം അവൻ രാത്രി അവൻ ആ ഊഞ്ഞാലിൽ നിന്നും ഉദർക്കർ താഴേക്ക് ഇറങ്ങിയിട്ട് മേരെ ബിസ്തറപ്പറായ എൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നു. അവർ ടണ്ടേ പഞ്ചവംസ, തണുത്ത കൈകൊണ്ട് മേരി വഹി ഉങ്കിലി, അന്ന് ആ കാക്കകൾ കൊത്തിയപ്പോൾ ആ ചെറിയ കൈകൊണ്ട് മഹാദേവർമ്മയുടെ വിരലിൽ പിടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വിരലിൽ തന്നെ പിടിച്ചിട്ട് ചിബക്ക, ഇങ്ങനെ ആ കൈകളിലിങ്ങനെ ചേർന്നിരുന്നു, ഇങ്ങനെ ഒട്ടിയിരുന്നു. ജിസെ ഉസ്നെ അപ്പനെ ബച്പനിക്ക്, ആ കുട്ടി ജീവൻ രക്ഷിക്കുക, ആ കാക്കകളിൽ നിന്ന് അന്ന് മരണാസന്, ആ അതായത് അന്ന് കാക്കകൾ കൊത്തിയിട്ട് മരിക്കേണ്ടതായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ട് ആരാണ് രക്ഷപ്പെടുത്തിയത്, മഹാദേവർമ്മ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് മഹാദേവർമ്മയ്ക്ക് ഓർമ്മ വന്നത്. അന്ന് പിടിച്ച പോലെ തന്നെ ഇന്നും കൈ പിടിച്ചു എന്നാണ് പറയുന്നത്. പഞ്ചയത്തിന് ടണ്ടേ ഹൊരഹേദേക്ക് മേനെ ജാക്കർ ഹീറ്റർ ജലായ, അപ്പോൾ ഈ ചിറകുകളിങ്ങനെ തണുത്ത ഐസ് പോലെ ആയപ്പോഴേക്കും ലേഖിക പോയിട്ട് ഹീറ്റർ ഓൺ ചെയ്തു. അവർ ഉസേ ഉഷ്ണത ദേനേക്ക പ്രയത്നിക്കുക, ഉഷ്ണത എന്ന് പറഞ്ഞാൽ ചൂട് കൊടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു. परंतु प्रभात की प्रथम किरण के स्पर्श के साथ ही वह किसी और जीवन में जागने के लिए सो गया. പക്ഷേ എന്നിരുന്നാൽ പോലും രാവിലത്തെ ആ പ്രഭാത കിരണങ്ങൾ ആയപ്പോൾ തന്നെ സാത്ഹി വ കിസി ഓർ, മറ്റൊരു ജീവനിലേക്ക് പുനർജനിക്കാനായിട്ട് അവൻ പോയി എന്നാണ് പറയുന്നത്. സോഗയാന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്ന്. ഉസ്ക ചൂല ഉതാർക്കർ രഖ് ദിയാ ഗയാ ഹെ, അവൻ്റെ ഊഞ്ഞാൽ ഞാൻ അഴിച്ച് താഴെ വെച്ചു. അവർ കിടക്കിക്ക് ചാലി ബന്ദ് കർ ദി ഗയി ഹെ, നെറ്റ് തുറന്നു കൊടുത്തല്ലോ അവന് പുറത്തേക്ക് പോകാനായിട്ട്, അതും ഞാൻ ക്ലോസ് ചെയ്തു. പരന്തു ഗിൽഹരിയോं की नई पीढ़ी जाली के उस पार चिक चिक करती ही रहती है. പക്ഷേ ഗിൽഹരിയുടെ പുതിയ ന്യൂ ജനറേഷൻ ആ നെറ്റിൻ്റെ അടുത്ത് വന്ന് ചിക് ചിക് എന്ന ഒച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവർ സോനജുഹി പർ വസന്ത് ആത്താഹി രഹത്താഹി, സോനജുഹിയിൽ എന്താണ്, വസന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് സോനജുഹിയിൽ വീണ്ടും വസന്തകാലമാകുമ്പോൾ പൂവുണ്ടാവും, പിന്നെ കൊഴിഞ്ഞു പോവും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. സോനജുഹിക്ക് ലതാക്കെ നീച്ച ഗില്ലുക്കോ സമാധി ദി ഗയി ഹെ, അല്ലെങ്കിൽ പറയാണ് ആ സോനജുഹിയുടെ ചെടിയുടെ അടിയിലാണ് ഗില്ലുവിന് സമാധി എന്ന് പറഞ്ഞാൽ ഗില്ലുവിൻ്റെ ബോഡി കുഴിച്ചിട്ടത്. ഇസ്ലേബിക്ക് ഉസേ വ ലത സബ്സെ അതിപ്രിയതി, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ കുഴിച്ചിടാൻ കാര്യം, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ചെടിയായിരുന്നു ഈ സോനജുഹി.
इसलिए भी कि उस लघुगाद का किसी वसंत दिन जूही के पीताम्ब ചോട്ടെ ഫൂൽ മേ ഗിൽ ജാനെ കാ വിശ്വാസ് മുझे സന്തോഷ് देता है. അതുകൂടാണ്ട് ഈ സോനജുഹിയിൽ പുതിയ പൂവുണ്ടാകുമ്പോൾ ചിലപ്പോൾ ജൂഹിക്ക് പിതാമ്പ് ഈ പൂക്കൾ ഇവൻ തന്നെയായിരിക്കും ഇനി പുനർജനിക്കുക. ജൂഹിക്ക് പീതാമ്പ് എന്ന് പറഞ്ഞാൽ പീലെ രംഗക്ക എന്നാണ്. മഞ്ഞ കളറുള്ള പൂവായിട്ട് ഇവൻ തന്നെയായിരിക്കും പുനർജനിച്ച് വരുന്നതെന്ന് വിശ്വസിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. അതാണ് എനിക്ക് മുझे സന്തോഷ് ദേത്താ ഹെ എന്ന് പറഞ്ഞാൽ ഈ ലഘുപ്രാണിയായിരിക്കും പുതിയ പൂവായിട്ട് പുതിയ പൂമൊട്ടായിട്ട് പുനർജനിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് എന്നെ സന്തോഷപ്പെടുത്തുന്നതെന്നാണ് ലേഖിക ഇതിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.